താരപ്പകിട്ടിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ ഫേവറേറ്റ് സിംഗർ വിധു പ്രതാപാണ് ഇന്ന് നമ്മളോടൊപ്പം. ഹായ് വിധു. ഹായ്. ഹാപ്പി ന്യൂ ഇയർ. ആൻഡ് ഒരു വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു റിസൾട്ട് ആണെന്ന് ഇവിടെ. വളരെ സന്തോഷം. ജയന്തിയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അത് ലേറ്റ് ആയി പോയി എന്നുള്ളതാണ് എന്റെ ഒരു സങ്കടം. അതെ, ഓ എനിക്ക് വയ്യ. ഞാൻ സ്കോർ ചെയ്യണമെന്ന് വിചാരിച്ചാണ് എല്ലാം തീർന്നു. വിധു നങ്ങേലി കണ്ട മുതൽ തൊട്ട് ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ശരിക്കും എന്തായിരുന്നു അതിന്റെ ഒരു തോട്ട് പ്രോസസ്? എവിടെ തുടങ്ങിയത്? ഒരുപാട് ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് മ്യൂസിക് ഫിംഗർ ടിപ്സിലാണ്. നമുക്കെല്ലാം എവിടെ വേണോ ലോകത്തിലുള്ള എല്ലാ പാട്ടുകളും കിട്ടും. അപ്പോൾ ട്രാവലിംഗ് ഒക്കെ പോകുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇങ്ങനെ കേട്ട് അങ്ങനെ ഒരു ഐഡിയ തോന്നിയതാണ് അക്കപ്പല്ല എന്ന് പറഞ്ഞിട്ടൊരു ശ്രേണി. അത് വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ലാതെ എല്ലാം വാ കൊണ്ട് മാത്രം. നമ്മുടെ നങ്ങേലിയിൽ ചെയ്തിരിക്കുന്നത് എല്ലാം ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല. അതിൻ്റെ ബേസ്, കോഡ്സ്, റിതം എല്ലാം എൻ്റെ വാ വെച്ച് മാത്രം ഉണ്ടാക്കിയ സൗണ്ടുകളാണ് എല്ലാം. പിന്നെ നമ്മൾ ആ വീഡിയോയിൽ മീൻ പൊരിക്കുന്ന കുറച്ച് സൗണ്ട്, ഗ്ലാസ്സുകൾ തമ്മിൽ തട്ടുന്ന ആദ്യത്തെ ഒരു ഗ്ലാസ് ഒരു ഡാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മാത്രമേ നമ്മൾ ഒരു എന്താ പറയണ്ട അതിൻ്റെ ഒരു ആംബിയൻസിന് വേണ്ടിയിട്ട് ഓഡിയോ എടുത്ത് മിക്സ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം എൻ്റെ വോയിസിൽ അതൊക്കെ വെളിയിലുള്ള എഫക്റ്റിന്റെ നമുക്ക് വാ വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ മാത്രമുള്ള അപ്പൊ അങ്ങനെ ഒരു അക്കപ്പല്ല. പക്ഷെ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, അതൊരു നമ്മുടെ നാടിന്റെ മണമുള്ള ഒരു സംഭവമായിട്ട്. അങ്ങനെയാണ് കള്ളുഷാപ്പ് പാട്ടുമായിട്ട് നമ്മുടെ നാടിന്റെ മണം എന്ന് പറയുന്നത് ഇപ്പൊ അതാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട് കള്ള് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഗവൺമെന്റിന്റെ മനസ്ഥിതി അനുസരിച്ച് നമ്മൾ ഇറക്കിയ ഒരു സംഭവമാണ് അത് നാടിന്റെ മണം. ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും സുന്ദരിയായ ഒരു കുട്ടിയെ എവിടുന്ന് കണ്ടുപിടിച്ച് എങ്ങനെ ദീപ്തി അതെന്തായിരുന്നു അതിലെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എന്നിട്ട് പാട്ട് ഇങ്ങനെ രൂപീകരിച്ച് വന്നപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഐഡിയ ഈ അക്കപ്പല്ല എന്ന കള്ളുഷാപ്പ് സോങ് എന്നുള്ള രീതിയിൽ വന്നപ്പോൾ ആദ്യം ഞാനിതിൻ്റെ മ്യൂസിക് ഡയറക്ടർ മനു രമേശ് നായർ സാറിൻ്റെ മകൻ മനുവാണ് ചെയ്തിരിക്കുന്നത്. അപ്പം മനുവിൻ്റെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തു ഈ ഐഡിയ. അങ്ങനെ ഞാനും മനുവും കൂടെ ഇരുന്ന് ജസ്റ്റ് വെറുതെ ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ട്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 1 whole day എടുത്ത് ആ സോങ് ഫുൾ ചെയ്യാൻ വേണ്ടി. കാരണം ഒരുപാട് കാരണം ഇത് എന്താണ് ലെയർ ബൈ ലെയർ ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. കുറേ സ്ഥലത്ത് അഴിച്ചു പോകണത്. കാരണം കോഡ്സും എല്ലാം ഞാൻ തന്നെ പാടേണ്ട കാര്യമായതുകൊണ്ട് വളരെ പതുക്കെ സമയമെടുത്താണ് നമ്മൾ ചെയ്തത്. അങ്ങനെ ആ ഒരു സോങ് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുണ്ണി, അപ്പൊ ഈ മനു മാത്രം അറിയാവുന്ന കാര്യമാണ്. അതെ, മനു, കുഞ്ഞുണ്ണി, ഞാൻ എന്നൊക്കെ പറയുന്നത് നമ്മള് കോളേജ് മേറ്റ്സ് ആണ്. എന്റെ ജൂനിയേഴ്സ് ആയിട്ടാണ് അവരൊക്കെ പഠിച്ചത്. അങ്ങനെ അപ്പൊ തൊട്ടുള്ള ബന്ധം അതിങ്ങനെ വന്നപ്പോ കുഞ്ഞുണ്ണി എടുത്തപ്പോ നമ്മള് അതെ ആഴ്ചയിൽ നമ്മൾ എങ്ങനെയൊക്കെ വന്നാലും കാണും. എല്ലാവരും തിരുവനന്തപുരത്തുള്ള, മനു എറണാകുളത്താണ്. അപ്പൊ കണ്ടു. അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് കുഞ്ഞുണ്ണി എടുത്ത് ഈ പാട്ട് കേൾപ്പിച്ചപ്പോൾ കൊള്ളാം, ചേട്ടാ കൊള്ളാം നമുക്ക്. അപ്പൊ ഞാൻ അപ്പൊ എൻ്റെ അടുത്ത് ചേട്ടാ നമുക്ക്, അപ്പൊ 10 വർഷം മുമ്പ് നമ്മൾ പകൽക്കിനാവെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു കോളേജിൽ പെടുന്നത്. അപ്പൊ അന്നെന്ന് പറയുന്നത് മ്യൂസിക് വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെ ഇറങ്ങി വരുന്നതേ ഉള്ളൂ. അന്ന് നമ്മൾ ഈ പകൽക്കിനാവ് ഇറക്കിയതെന്ന് പറയുന്നത് നമ്മൾ എല്ലാം കൂടി എനിക്കൊന്ന് 10,000 രൂപയ്ക്കാണ് നമ്മൾ ചെയ്തത് ഈ പകൽക്കിനാവ്. അന്ന് നമ്മുടെ കയ്യിലുള്ള പൈസ ലൈറ്റ് മാറ്റി വെച്ചത് നമ്മൾ എന്താണ് ഇത് അവിടെ അന്ന് വന്നിരുന്ന ആകെ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അതെ ആകെ അന്ന് പകൽക്കിനാവിൽ ആകെ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് ദീപ്തിയാണ് നമ്മൾ പുറത്തുനിന്ന്. അതെ ഡാൻസ് സീക്വൻസിന് ദീപ്തിയെ വിളിച്ചു. അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ അപ്പൊ ആർട്ടിസ്റ്റിന് ചായ കൊടുക്കുന്നതൊക്കെ നമ്മൾ തന്നെ, സ്റ്റാറിന് ചായ കൊടുക്കുന്നതൊക്കെ നമ്മൾ തന്നെ. അപ്പൊ അതെല്ലാം കഴിഞ്ഞപ്പോ കുഞ്ഞുണ്ണി എന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ 10 വർഷം ഒരു കാര്യം എന്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, ഇത് 2 ഗ്ലാസ് ചായ കൂടുതൽ കൊടുത്തു. അതെ, കുഞ്ഞിനെ മാറ്റി അങ്ങനെ 10 വർഷം നീണ്ടൊരു 10 വർഷത്തിന് ശേഷം കുഞ്ഞുണ്ണി എന്നെ പറഞ്ഞു, ചേട്ടാ നമുക്ക് 10 വർഷമായി പകൽക്കിനാവിന് ഇറങ്ങിയിട്ട്, അപ്പൊ നമുക്കൊരു വീഡിയോ ചെയ്താലോ. ഞാൻ പറഞ്ഞു നല്ല പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ബുൾസൈ പ്രൊഡക്ഷൻസ് ആനന്ദ് പത്മനാഭൻ പുള്ളി മുമ്പോട്ട് വന്നിട്ട് പുള്ളി പറഞ്ഞു നമുക്ക് ഇതൊന്ന് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ആനന്ദിനെ എനിക്ക് പരിചയമുണ്ട്, ട്രിവാൻഡ്രത്തുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് നങ്ങേലിയുടെ ഉത്ഭവം. അപ്പം നങ്ങേലി ഉത്ഭവം ഇങ്ങനെ വന്നപ്പോൾ നങ്ങേലിക്കൊരു നങ്ങേലിയായിട്ട്
സുന്ദരി എന്നുള്ള ഞാൻ പറയില്ല, അത് പൊങ്ങുന്ന് വിചാരിച്ച് മാത്രമാണ് മാത്രം ഉദ്ദേശിച്ചാണ്, അത് തന്നെ ഉദ്ദേശിച്ചാണ് അല്ലേ. അങ്ങനെ തപ്പി നമ്മൾ നടന്നു. അപ്പൊ കുഞ്ഞുണ്ണി എന്ന് പറയുന്നത് പണ്ടത്തെ സ്വഭാവത്തിൽ നിന്ന് യാതൊരു വ്യത്യാസമില്ല. അവൻ പിടിച്ച ഒരു സംഭവം ഇങ്ങനെ ഭയങ്കര പെർട്ടിക്കുലർ ആണ് ചില കാര്യങ്ങൾ, ഭയങ്കര പെർട്ടിക്കുലർ ആണ്. ഇങ്ങനെ വേണം വേണം വേണം. അപ്പൊ നമ്മള് VJs കുറെ പേരെ നമ്മൾ നോക്കി കിട്ടുന്നില്ല. അങ്ങനെ പല സംഭവങ്ങളും ചാനലിൽ കൂടെ ഇങ്ങനെ ചില പിള്ളേരെ കാണാൻ നേരത്ത് അപ്പൊ കുഞ്ഞുണ്ണിയെ വിളിക്കും, കുഞ്ഞുണ്ണി ഫോൺ ചെയ്ത് അപ്പൊ ചാനൽ വെച്ച് നോക്കും, അപ്പൊ വിളിക്കും. അപ്പൊ ഒന്നുകിൽ ആ കുട്ടിക്ക് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ കുഞ്ഞുണ്ണിക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ പലതും ഇങ്ങനെ നടന്ന് സത്യം. ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, നിന്നെ പെണ്ണ് കാണാൻ ഞാൻ എന്തായിരുന്നാലും വരും, ഒരാളെ അവന് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഇരിക്കുകയാണ് അവസാനം. അപ്പൊ ദീപ്തിയും കുഞ്ഞുണ്ണിയൊക്കെ ഭയങ്കര നമ്മളൊക്കെ ഒരു സർക്കിളിലായതുകൊണ്ട് കുഞ്ഞുണ്ണി അവസാനം ദീപ്തിയുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ ദീപ്തിയും കൂടെ ഏൽപ്പിച്ചിരുന്നു നല്ലൊരു നങ്ങേലിയെ കണ്ടുപിടിക്കണം. അങ്ങനെ ദീപ്തിയുടെ റാപ്പ് എനിക്കറിയാം. ദീപ്തിയുടെ ആ ഇടയ്ക്കുള്ള ഒരു ഫേസ്ബുക്കിലെ വിധുവിന്റെ മാത്രം ഒരു ഫോട്ടോ കണ്ടപ്പം മറ്റു കുടിയന്മാർ എവിടെയെന്നായിരുന്നു ദീപ്തിയുടെ പോസ്റ്റ്. അതെ അതെ അതെ. അങ്ങനെ ഇരുന്നപ്പോ അവസാനം കാരണം ഷൂട്ടിംഗ് ഡേറ്റ് എടുക്കുന്നു, പ്രൊഡ്യൂസറിന്റെ ചങ്കിടിപ്പ് കൂടുന്നു. അപ്പൊ കാരണം നങ്ങേലി കിട്ടുന്നില്ല. അവസാനം കുഞ്ഞുണ്ണി എന്നെ ദീപ്തിയുടെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ എന്നെ അങ്ങ് നങ്ങേലി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ദീപ്തി നങ്ങേലി. ദീപ്തിക്ക് ആദ്യം ദീപ്തിക്ക് അതിൻ്റെ ഉള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൽ കുറച്ച് ഡാൻസ് സീക്വൻസ് ഒക്കെ അതിന്റെ കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ശ്രീജിത്താണ്, നമ്മുടെ റിമയുടെ ഒക്കെ പേഴ്സണൽ കോറിയോഗ്രാഫറാണ് ശ്രീജിത്ത്. അപ്പോൾ ശ്രീജിത്തും ദീപ്തിയായിട്ടും നല്ല ക്ലോസ് ആണ്. അങ്ങനെ അപ്പോൾ ശ്രീജിത്തും വന്നിട്ട് ദീപ്തിക്കുള്ള വേണ്ട സപ്പോർട്ടൊക്കെ കൊടുത്തില്ല, കുഴപ്പമില്ല ദീപ്തി നമുക്ക് ചെയ്തെടുക്കാന്നുള്ളത്. പിന്നെ കുറച്ച് ഡാൻസ് സീക്വൻസ് ഒക്കെ ഉണ്ട് അതിനകത്ത്, വലിയ ഹെവി ആയിട്ടില്ലെങ്കിലും ജസ്റ്റ് ചെറിയ മൂവ്മെന്റ്സ് മാത്രം. അങ്ങനെയാണ് നങ്ങേലി വന്നത്. അങ്ങനെ ദീപ്തിക്കും ഒരു എന്താ പറയണ്ട ഒരു ധൈര്യമായി. അങ്ങനെ നങ്ങേലി ഉത്ഭവം ഉണ്ടായി, നങ്ങേലി ഉണ്ടായി. അങ്ങനെയാണ് നങ്ങേലി ഉണ്ടായത്. നങ്ങേലി ഉണ്ടായ സ്ഥിതിക്ക് നമ്മളത് പാടാതെ പോയാൽ പ്രേക്ഷകർ കാത്തിരിക്കുകയല്ലേ. ഒരിടത്തൂരയൽ വക്കത്തെ കന്നി പെൺകൊടി നങ്ങേലി, തിരുവാണിക്കാവിൽ പൂരം കാണാൻ പോയതു നന്നായി. ഒരിടത്തോരയൽ വക്കത്തെ കന്നി പെൺകൊടി നങ്ങേലി, തിരുവാണിക്കാവിൽ പൂരം കാണാൻ പോയതു നന്നായി. കണ്ണോളം മൈയിട്ട് കാതോളം ഞാത്തിട്ട്, കയ്യോളം വളയിട്ട് കാലോളം തളയിട്ട്, ഒരിടത്തോരയൽ വക്കത്തെ കന്നി പെൺകൊടി നങ്ങേലി, തിരുവാണിക്കാവിൽ പൂരം കാണാൻ പോയതു നന്നായി. നന്നായി പാട്ട്, ഒരുപാട് എൻജോയ് ചെയ്ത പാട്ട്. ഒരുപാട് പാട്ടിന്റെ റിവ്യൂസിലൂടെ ഒന്ന് ട്രാവൽ ചെയ്ത കോരിത്തരിപ്പിച്ച ഒരു മെമ്മറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിവ്യൂസിലൂടെ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ ശരിക്കും പറഞ്ഞ ജയന്തി ഒരു നമ്മൾ പ്രതീക്ഷേന്റെ ഇരട്ടിയാണ് നമുക്ക് കിട്ടിയത്. കാരണം എന്ന് വെച്ചാൽ ടീസർ ചെയ്തത് ഞാൻ ഇത് ഒരുപാട് കേട്ടതാണ്. ഇത് തന്നെ പറയുമ്പോ ടീസർ നമ്മൾ ചെയ്തത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ, കാവ്യ മാധവൻ, ലാൽ ജോസ് സാർ, ഇവർ മൂന്നിനും കൂടെ ചേർന്നാണ് ടീസർ ശരിക്കും പറഞ്ഞാൽ നമുക്കിതിൽ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് നങ്ങേലി ആദ്യം എല്ലാം കഴിഞ്ഞ് ഫൈനൽ ഔട്ട് ഇറങ്ങിയപ്പോൾ കുഞ്ഞുണ്ണിക്കും നമുക്ക് എല്ലാവർക്കും ടെൻഷനായിരുന്നു, ഇത് എങ്ങനെയാണ് ആൾക്കാർ സ്വീകരിക്കും. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഒരു ഗോഡ് ഫാദർ, അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരാളാണ് ലാലു ചേട്ടൻ. അപ്പൊ ലാൽ ജോസ് സാറിനെ നമ്മൾ വിളിച്ച് ലാലു ചേട്ടനെ കാണാൻ പോകുന്നു. അപ്പൊ ലാലു ചേട്ടൻ പറഞ്ഞ് വന്നോളൂ എന്ന് പറഞ്ഞ് ആദ്യം ലാലു ചേട്ടനെ ലാപ്ടോപ്പിൽ വെച്ച് കാണിക്കണം. അപ്പോൾ ഈ ശ്രീജിത്തും കുഞ്ഞുണ്ണി എന്നൊക്കെ പറയുന്നത് ഇവന്മാർ ഭയങ്കര നെഗറ്റീവാണ്. നമ്മൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുക ലാലു ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട്, ഇവന്മാരെൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്നു, പുള്ളിക്ക് ഇഷ്ടപ്പെടുമോ, എനിക്ക് തോന്നുന്നില്ല പുള്ളിക്ക് ഇഷ്ടപ്പെടുമെന്ന്. എന്നിട്ട് അത് ലാപ്ടോപ്പിലാണ് കാണിക്കാൻ പോണത്. ലാസ്റ്റ് എന്താണ് അപ്പോൾ ശ്രീജിത്തിൻ്റെ സൈഡിൽ കൂടെ പറയണത്, അളിയ പിന്നെ പുള്ളിക്ക് ഇൻ കേസ് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കോറിയ ചെയ്തത് ഞാനാണെന്ന് പറയണ്ട. ഇതൊക്കെ പഠിക്കാനെത്തി അവിടെ എത്തി. അപ്പം നീയൊക്കെ ഒന്ന് മിണ്ടായിരിക്കുമോ, മനുഷ്യരൊന്ന് അവിടെ എത്തട്ടെ. അപ്പം എന്നിട്ട് അടുത്ത തറയപ്പോൾ കുഞ്ഞുണ്ണി പറയാണ്, അതെ അണ്ണ വേറൊരുത്തൻ്റെ ലാപ്ടോപ്പ് പോയിട്ടാണ് വന്നത്, ഇനി അങ്ങേർക്ക് ഇഷ്ടപ്പെടാതെ പുള്ളി ഇതുവരെ എടുത്ത് വലിച്ചെറിയുമോ, അങ്ങനത്തെ ഒരു ഇതായി കേട്ടോ. അവസാനം രണ്ടും കൽപ്പിച്ച് ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും മിണ്ടായിരിക്കും, ആദ്യം പുള്ളി കാണട്ടെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി തുറന്നു വെച്ച് ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി ആദ്യം പറഞ്ഞ കമൻ്റ് എന്ന് പറയുന്നത്, ഇങ്ങനത്തെ ഒരു പാട്ട് എൻ്റെ ഫിലിമിൽ ഇല്ലാതായി പോയെന്നൊരു വിഷമം നമുക്കുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടി. ഓക്കെ, ഇതെനിയിപ്പോൾ പുറം ലോകത്തിനെ കാണിക്കാം എന്ന് പറഞ്ഞു.
ലാലുചേട്ടനാണ് ലോഞ്ച് ചെയ്തത്. ലാലുചേട്ടന്റെ ലോഞ്ചിങ് സമയത്ത് അവിടെ തുടങ്ങിയ ഒരു ആഘോഷമാണ്. അതെ അതെ, ലോഞ്ചിങ് സമയത്ത് തന്നെ എല്ലാ മീഡിയസും ഉണ്ടായിരുന്നു. കൗമുദിയൊക്കെ കവർ ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ മീഡിയസ് ഭയങ്കര നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു. ശരിക്കും ലോഞ്ചിങ് സമയത്ത് ലാലുചേട്ടൻ ആ രീതിയിലാണ് നമ്മളെ പ്രസന്റ് ചെയ്തത്. എല്ലാവർക്കും ലാലുചേട്ടന്റെ സിനിമയിലൂടെയാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ കരിയറിൽ ഒരുപാട് ഹിറ്റ്സ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ ലാസ്റ്റ് പുള്ളി ആട്ടിൻകുട്ടി വരെ എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരുപാട് അതിന് മുമ്പ് മീശമാധവൻ, ക്ലാസ്മേറ്റ്സ്, രസികൻ, അങ്ങനെ ഒരുപാട് സിനിമ അദ്ദേഹത്തിൻ്റെ പാടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മളെ പ്രസൻറ്റ് ചെയ്തതും അങ്ങനെയാണ്. ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ, അതായത് നമുക്ക് 5 ദിവസം കൊണ്ട് നമുക്ക് 1 lakh വ്യൂസ് ആണ് കവർ ചെയ്തത്. തിരിച്ച് നമ്മൾ അങ്ങോട്ട് ടെൻഷൻ എടുത്തിട്ടാണല്ലോ പോയത്. തിരിച്ചവിടുന്ന് ഇറങ്ങിയിട്ട് വിധുവിന്റെ ഒരു പ്രതികരണം എന്തായിരുന്നു വിധു? അല്ല, തീർച്ചയായിട്ടും എനിക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത്, എനിക്ക് രണ്ടുപേരും ഈ പറഞ്ഞ പോലെയാണ്, ഞാൻ അടിച്ചില്ല എന്നുള്ളതല്ലോ, നല്ല ചീത്ത കൊടുത്തു. ഞാൻ പറഞ്ഞു ഇനി മേലന്നിനെയും കൊണ്ട് ഒരു സ്ഥലത്തും പോകില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കേട്ടോ. ഇറങ്ങി വന്ന് നമ്മുടെ ടീമിന്, കാരണം അത്രയ്ക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു ഇതിന് വേണ്ടിയിട്ട്. നമ്മുടെ ഹോംവർക്ക് ഭയങ്കരമായിരുന്നു. ശരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും വന്ന് നമ്മളൊരു 1 ലക്ഷം വ്യൂസിന് മാത്രമല്ല, പിന്നെ അത് മാത്രമല്ല കമൻസ് കേൾക്കുമ്പോൾ, ഇത് ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത് കമൻസ് കേട്ടപ്പോൾ എല്ലാവരും ഭൂരിഭാഗം പേരും പറഞ്ഞതെന്ന് വെച്ചാൽ, ശരിക്കും നാട്ടിൽ വന്ന ഒരു കള്ള് ഷാപ്പിൽ നിന്ന് കള്ള് കുടിക്കാൻ തോന്നുന്നു ഇപ്പോൾ. അതുകൊണ്ട് വെളിയിലുള്ളവരൊക്കെ, ദുബായിലുള്ളവരൊക്കെ പറഞ്ഞത് ആ ഒരു ഫീല് പറഞ്ഞു. പിന്നെ പേഴ്സണലി എൻ്റെ ആസ് എ മ്യൂസീഷ്യൻ എനിക്ക് കിട്ടിയൊരു വലിയ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ, AR റഹ്മാൻ സാർ ഇത് ശ്രദ്ധിച്ചു. അദ്ദേഹം എനിക്ക് ശ്രീനിച്ചേട്ടൻ, അതെ, നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ ജയന്തിയുടെ ഷെയർ ചെയ്ത കാര്യമാണ്. ശ്രീനിവാസൻ സിംഗർ ശ്രീനിച്ചേട്ടൻ എനിക്കിങ്ങനെ ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ പുതിയ ഫിലിം ഐയുടെ ഓഡിയോ ലോഞ്ച് കണ്ടുകൊണ്ടിരിക്കുക. ഒരു 3:30-4 മണിയായപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു, AR loves your song. അപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായില്ല. അപ്പൊ ഞാൻ എന്നിട്ട് അപ്പൊ തന്നെ ഞാൻ പുള്ളിയെ വിളിച്ച പുള്ളി കോൾ വെയിറ്റിംഗ്. അപ്പൊ ഞാൻ ഇങ്ങനെ അവിടെ ഇവിടെ നടക്കുകയാണ്, എന്താണ് സംഭവം എന്നുള്ള അറിയാം. അപ്പോൾ കേൾക്കുന്നതെന്ന് വെച്ചാൽ, ഇത് പുള്ളി ആ ദിവസം ജർമ്മനിയിലായിരുന്നു. പുള്ളി ഈ വീഡിയോയുടെ ലിങ്ക് ശ്രീനിച്ചേട്ടൻ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, പ്ലീസ് വാച്ച് ദിസ് വീഡിയോ, ഇറ്റ്സ് എ കൂൾ വൺ എന്ന് പറഞ്ഞിട്ട് പുള്ളി അതിലപ്പുറം ഒരു മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ ഐ ആം വെരി മച്ച് ബ്ലെസ്ഡ്. കാരണം ഇത്രയും പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഓൺ എക്സ്പെരിമെന്റേഷന് പുള്ളി ഒരു അംഗീകാരം തന്നു എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ശ്രീനിച്ചേട്ടൻ എന്നിട്ട് പറഞ്ഞത്, അപ്പോൾ ഓൾറെഡി ശ്രീനിച്ചേട്ടൻ്റെ പേജിലൊക്കെ ഷെയർ ചെയ്തായിരുന്നു. ഒരുപാട് എൻ്റെ കൊളീഗ്സ് ഒക്കെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. എൻ്റെ കൊളീഗ്സും ചിത്ര ചേച്ചി, സുജാ ചേച്ചി, ശ്രീനിച്ചേട്ടൻ എല്ലാവരും ഷെയർ ചെയ്തു. സുജാ ചേച്ചിയുടെ കമന്റ് അതായിരുന്നു. സുജാ ചേച്ചി എഴുതിയിരുന്നത്, ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനെ കുറിച്ച് ചിന്തിച്ച്, അതായത് അതർ ദാൻ ഫിലിം മ്യൂസിക്, ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനെ കുറിച്ച് ചിന്തിച്ച് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചതിന് വിധുവിന് കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞാണ് തന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ജയന്തി, നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ ഇരട്ടിയുടെ ഇരട്ടി. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഈ ചന്ദനം ചാരിയ ചന്ദനം മണക്കും എന്ന് പറയും. എല്ലാ ക്രെഡിറ്റും ഒറ്റയ്ക്ക്, അതാണ് അതൊന്നും പറഞ്ഞോട്ടെ, ഒറ്റയ്ക്ക് എല്ലാ ക്രെഡിറ്റും എടുക്കല്ലേ. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ദീപ്തിക്ക് ഒരു ഷീസ് എ ഗ്രേറ്റ് ഡാൻസർ. സോ ഇവിടെ ക്ലാസിക് ഒന്നും അല്ലെങ്കിലും ചുവടുകൾ വെച്ചതിൽ ഒരു കുറച്ച് പങ്ക് ഞാൻ ദീപ്തിക്കും കൊടുക്കും. എന്തായിരുന്നു വിധുവിൻ്റെ ഒരു ഡാൻസ്? അല്ല, അതില് ഞാൻ സ്റ്റേജിൽ കിടന്ന് ഡാൻസ് ചെയ്യുമ്പോൾ ദീപ്തി പറയുമ്പോൾ, ഇയാളെന്തോ ചില ഇയാളുടെ സ്റ്റെപ്സ് ഒന്നും ശരി. ഞാൻ ഹലോ മാഡം, നമ്മളൊക്കെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി ഡാൻസ് ചെയ്യുന്നതാണ് സ്റ്റേജിൽ കിടന്ന്, അല്ല നമ്മളൊന്നും ഡാൻസേഴ്സ് അല്ല, നമ്മളൊക്കെ പാട്ടുകാർ. പിന്നെ പെർഫോമൻസ് ഇപ്പോൾ നമ്മുടെ ഇതില് നമ്മളുടെ രീതിയിൽ പെർഫോമൻസ് വേണം സ്റ്റേജിൽ. പക്ഷെ എന്തിനാ ഞാൻ പറയുന്നു, തുള്ളലല്ല പെർഫോമൻസ്, ജനങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷൻ, ഇതെല്ലാം പെർഫോമൻസിൽ പെടും. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെറിയ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മളുടെ ജീവിതമാർഗം അതായതുകൊണ്ട് ചെയ്യുകയാണ്. പക്ഷെ ഇതിൽ ഡാൻസ് ഞാൻ ചെയ്തതിൽ ഒരു എന്താ പറയുക, ഒരു 75 to 80% താങ്ക്സ് ടു ശ്രീജിത്ത് കേട്ടോ. കാരണം ഇത് ശരിക്കും പറഞ്ഞ കോറിയോഗ്രാഫി വന്നപ്പോൾ ശ്രീജിത്ത് ഇങ്ങോട്ട് പറഞ്ഞ് നമുക്കിത് കോറിയോ ചെയ്യാം, വിധു തന്നെ ഇത് ചെയ്യ്, നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്തുള്ള കിരൺ എന്ന് പറഞ്ഞിട്ടൊരു കോറിയോഗ്രാഫർ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ അടുത്തൊരു 2 ആഴ്ച ഒരു പ്രാക്ടീസ് സെഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ കിരണിനും ഒരു വലിയ താങ്ക്സ് ഉണ്ട്. കാരണം എന്നെ ആ സമയം കൊണ്ട് ഒരു ബോഡി ഒന്ന് വഴക്കി
വഴക്കിയെടുക്കണ്ടേ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അതൊക്കെ ഇത് പറഞ്ഞാലല്ലേ ഇത് നമുക്കറിയുള്ളൂ. നമ്മൾ ഈ ഔട്ട് കാണുമ്പോ ഈ മ്യൂസിക് കാണുമ്പോ ദൈവമേ വഴക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കിരണിന്റെ 2 കിലോ പോയെന്ന് തോന്നുന്നു. അതിന് വേണ്ടി ട്രൈ ചെയ്ത് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോ ഈ ഡാൻസിന്റെ പെർഫോമൻസ്, ഓ ദീപ്തി ഭയങ്കര കോച്ചിങ് ആയിരിക്കും. ദീപ്തി ഐ റിയലി മിസ് യു. ഒരു കാര്യം പറഞ്ഞു കേട്ടോ, ഇത് ചേട്ടാ ഇത് ചെയ്യണമെങ്കിൽ ഇത് ചേട്ടൻ പ്രോപ്പർ ആയിട്ട് എവിടെയെങ്കിലും പോയി ട്രെയിനിങ് എടുക്കണം എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഞാനും വിചാരിച്ചു നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിച്ചു, അപ്പൊ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും നമുക്കൊരു ഹോം വർക്ക് വേണം, ഒരു ഹാർഡ് വർക്ക് വേണം. അങ്ങനെയാണ് ഒരു പക്ഷെ എല്ലാ സൈഡിൽ നിന്നും ഇട്ട ഹാർഡ് വർക്ക് 110% അല്ലേ വന്നു, came out well. റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ടീമിലുള്ള എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും നമ്മുടെ പ്രൊഡ്യൂസർ മെയിൻലി ഈ പറഞ്ഞ പോലെയാണ്, കാശ് മുടക്കിയത് പുള്ളിയാണ്. അപ്പോൾ പുള്ളിയുടെ സൈഡിൽ നിന്നും ഹീസ് വെരി മച്ച് ഹാപ്പി. കാരണം പുള്ളിക്ക് ഒരു അഡ്വർടൈസ്മെന്റ് ഏജൻസി അവർ നടത്തുന്നു, അവർ ഈവൻ മാനേജേഴ്സ് എല്ലാം ഉണ്ട്. അവരുടെ ഒരു ടീമിന്റെ ഒരു അപ്ലിഫ്റ്റ്മെന്റ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അവർ. അപ്പോൾ അവരുടെ ബാനറിന് ഒരു അപ്ലിഫ്റ്റ്മെന്റ് കൂടെ വേണമായിരുന്നു. അത് ഹാപ്പിയാണ്. നേരത്തെ വിധു തുള്ളുന്ന കാര്യം പറഞ്ഞു, ഈ വിഷ്വൽ സിംഗിങ്. അപ്പം ഈവൻ ഒരു പെർഫോമർ എന്ന രീതിയിൽ നമ്മുടെ ഒരു സിനിമയുടെ ഒരു പാട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നീടുള്ള സ്റ്റേജ് ഷോ, ഈവൻ മ്യൂസീഷ്യൻ നമുക്ക് പെർഫോമൻസ് തന്നെയാണ് വളരെ ആവശ്യവും അത്യാവശ്യവുമാണ്. അപ്പം എത്രത്തോളം ഈ വിഷ്വൽ സിംഗിങ്ങിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് വിധു? വിഷ്വൽ സിംഗിങ്ങിന് ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ഡാൻസ് ഒരു സിംഗറിന് ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ ആവാം, കുഴപ്പമില്ല, ഒരു ഭംഗിക്ക് ആവാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എപ്പോഴും നമ്മളൊരു എന്നെ സംബന്ധിച്ചൊരു അണ്ടർലൈങ് അതിലൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പാട്ടുകാരാണ്. അപ്പോൾ പാട്ടിനെ നശിപ്പിക്കാത്ത രീതിയിൽ ചുവട് വെക്കണം. അതെ, അല്ലാതെ ഈ നമ്മുടെ പാട്ടുകാരുടെ ഇടയിലൊരു തമാശയുണ്ട്. അതെ, ഇന്ന് ആ മറ്റേ പാട്ടുകാരൻ വരൂല കേട്ടാ, എന്തു പറ്റി, പുള്ളിക്ക് കാലിന് അസുഖം. അപ്പൊ തൊണ്ടയ്ക്ക് സുഖമല്ല, അവന് ഡാൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിലോട്ട് മാറണം. നമുക്ക് ത്രോട്ടിന്, അതായത് നമ്മളുടെ പാട്ടിനൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമുക്ക് ഡാൻസും സംഭവങ്ങളും ഒക്കെ ചെയ്യാം. പിന്നെ വിഷ്വലി ഈ പറഞ്ഞ പോലെ നമ്മളുടെ പെർഫോമൻസിന്റെ ലെവല് വേറൊരു തലത്തിലോട്ട് മാറി. അപ്പൊ അതിനനുസരിച്ച് കാലത്തിനകത്ത് കോലം മാറണം. പക്ഷെ എപ്പോഴും നമ്മളെ പാട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാട്ടാണ് നമ്മളുടെ കാര്യം. അതിനനുസരിച്ചുള്ള പെർഫോമൻസ് ഒക്കെ ആവാം, കുഴപ്പമില്ല. ഇവിടെ പല സിംഗേഴ്സ് വരുമ്പോൾ ഇപ്പോൾ ജോബാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം യൂത്ത് ഫെസ്റ്റിവലിന് ഞാനിങ്ങനെ ഇപ്പം ഫസ്റ്റ് പ്രൈസ് വിധു ചേട്ടനായിരുന്നു. ഇങ്ങനെ ആ ഒരു യൂത്ത് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുമ്പോൾ ശരി എന്തായിരുന്നു വിധു, എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ ഒരു എക്സ്പീരിയൻസ്? ഇന്നത്തെ ഒത്തിരി ഡിഫറെൻ്റ് ആണ്. യൂത്ത് ഫെസ്റ്റിവൽ ഒക്കെ എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് സ്കൂൾ കോളേജൊക്കെ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ കോളേജൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ മിസ് ചെയ്യുന്നു എന്ന് തോന്നും. കേട്ടോ, നമ്മുടെ ഒരു ലൈഫിൽ റിട്രീവ് ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യം അത് യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫാമിലി ആയിട്ടാണ് പോകുന്നത്, എല്ലാവരും കൂടെ പോയി. അപ്പോൾ എനിക്ക് 9th 10th ഞാൻ സ്റ്റേറ്റ് വിന്നറായിരുന്നു ലൈറ്റ് മ്യൂസിക്കിന്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലളിതഗാനത്തിന്റെ മത്സരം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ എല്ലാ സ്റ്റേജിലും പോയി ഇരിക്കുക. നമ്മളൊരു 10-15 പേരായിട്ട് പോകും, അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ സ്റ്റേജിൽ കയറുമ്പോൾ കൈയടിക്കുക, അവരുടെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പൊ നമ്മളുടെ സ്കൂളിന് എത്ര പോയിന്റ്സ് കിട്ടുന്നു, അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കോളേജിന് എത്ര ആ ഒരു ഗ്രൂപ്പിന്റെ. അപ്പൊ ഞാനൊരു വർഷം ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് നിന്നാണ് കോളേജിൽ. അപ്പൊ യൂത്ത് ഫെസ്റ്റിവലിലെ സകല പൾസും നമുക്ക് അത്രയും വളർന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിൽ ചേരുന്ന സമയത്ത് അപ്പീലൊന്നും അത്രയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പീൽ ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അല്ല, നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി അപ്പീൽ ചെയ്യുന്ന ഒരു കാര്യമേ അത്രേ ഉള്ളൂ. പ്രൈസ് കിട്ടിയില്ലെങ്കിൽ അവിടെ കിടന്ന് കച്ചറയൊക്കെ ഉണ്ടാക്കുമെന്നുണ്ടെങ്കിൽ അപ്പീലിനൊന്നും പോകാറില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ അപ്പീലിനോ അല്ലെങ്കിൽ വേറൊരു കച്ചറത്തിനോ പോയിട്ടില്ല. കാരണം സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ് വാങ്ങിച്ചുകൊണ്ട് വരിക എന്നുള്ളതേ ഉള്ളൂ. അന്നും ഇന്നും റിസൾട്ടിനെ കുറിച്ച് കൂടുതൽ ഞാൻ നോക്കില്ല. പക്ഷെ ചെയ്യേണ്ട ഹാർഡ് വർക്കും ഹോം വർക്കും ഞാൻ ചെയ്യും. എനിക്കറിയാം, കാര്യം പലപ്പോഴും നമ്മൾ പലയിടത്തായിട്ട് കാണുമ്പോഴും ഇത് മ്യൂസിക് ക്ലാസ്സിന് പോകും, എത്ര തിരക്കാണെങ്കിലും യു മാനേജ് ദാറ്റ് അല്ലേ? അതെ, പാട്ട് ക്ലാസ് തീർച്ചയായിട്ടും നല്ല ഗുരുക്കന്മാരെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ അനുഗ്രഹമാണ്. അപ്പൊ എന്നെ പഠിപ്പിച്ചത് തന്നെ ഇപ്പോൾ ശശികുമാർ സാറ്, ബാലഭാസ്കറിന്റെ അമ്മാവൻ ശശികുമാർ സാറിന്റെ അടുത്തും പോകുന്നുണ്ട്, പെരുമ്പാവൂർ സാറിന്റെ അടുത്തും പോകുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരടുത്ത് പോകുന്നുണ്ട്. ഇവർ തന്നെയാണ് എൻ്റെ ക്ലാസിക്കൽ ഇതിൽ വളർത്തിയത്. പിന്നെ എല്ലാ പാട്ടുകാരോടും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അതാണ്, നമ്മുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ക്ലാസിക്കൽ, കർണാട്ടിക്കോ ഹിന്ദുസ്ഥാനിയോ വെസ്റ്റേണോ എന്തായിരുന്നാലും നമുക്കൊരു ഫൗണ്ടേഷൻ വേണം. ഫൗണ്ടേഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ പോകാറുണ്ട് കേട്ടോ. എപ്പോഴൊന്നും റെഗുലർ അല്ലെങ്കിൽ പോലും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട്. നങ്ങേലി വന്നു കഴിഞ്ഞപ്പോഴൊക്കെ വിധുവിൽ ഞാൻ ഇങ്ങനൊരു മാറ്റം വന്നില്ല. ഇപ്പോഴാണ് ഒരു എന്താ പറയണ്ടത്, മീശയൊക്കെ വന്ന് അത് വേറൊന്നും നങ്ങേലിയുടെ വിജയമോ ഇത് മീശയായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടാ. ഒരു 10-15 ദിവസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ മുഖം കണ്ണാടി നോക്കി ഇങ്ങനെ മുടി ചെയ്യുമ്പോൾ
ബോറടിക്കും മുഖം കാണും. അപ്പൊ നമ്മൾ മാറ്റും. വീണ്ടും ഇനിയിപ്പോ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ക്ലീൻ ഷേവ് ആയിരിക്കും, അതിന് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ മീശയൊക്കെ വെച്ച് ഒരു മീശ മാധവനെന്ന് ഞാൻ പറയുന്നില്ലേ, എന്നാലും മീശ മാധവനിലെ ഏത് വീട്ടിൽ കയറുമെന്നുള്ളതാണ് ഇപ്പൊ. അപ്പൊ മീശ മാധവനിലെ പാട്ട് പാടി നമുക്കൊന്ന്. തീർച്ചയായും. വാളെടുത്താൽ അങ്കക്കലി, വേലെടുത്താൽ ചിങ്കപ്പുലി, കാൽപ്പണത്തിന് കാവലല്ലോ ജോലി. ഹേ കുറുമ്പ് വന്നാൽ കറുമ്പനെലി, കുഴച്ചരച്ചാൽ കൊത്തമല്ലി, കുഴി കുഴിക്കാ കുളത്തിലെ നീർക്കോലി. മഠയന്റെ മകളെ ഒടിയന്റെ കരളെ, ഉടയവൻ ഇവനോടിനി ഉരിയാടരുതേ. പുല്ലു തിന്നു പല്ലു പോയൊരു പുലിയാണു നീ തിന്തക തിന്തകത്തോ. അപ്പൊ മീശയും നങ്ങേലിയായിട്ട് യാതൊരു ബന്ധമില്ല, ചുമ്മാ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നമ്മളങ്ങനെ ആ ഒരു ട്രെൻഡ് മാറ്റുക എന്നുള്ളതാണല്ലോ. അതെ അതെ അതെ. അപ്പൊ മീശ വെച്ചതിന് ശേഷം എൻ്റെ അടുത്ത് 2-3 ചോദിച്ചു, എന്ത് വെച്ചു മീശ വയ്ക്കാൻ കഴിഞ്ഞു? ഞാൻ ഒന്നുമില്ല, എനിക്ക് വളർന്നത് കൊണ്ട് ഞാൻ കുറച്ച് വെച്ചു എന്നുള്ളതല്ലാതെ വേറെ ഇതിന്റെ പിന്നിൽ യാതൊരു. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു നങ്ങേലി കഴിഞ്ഞപ്പോ, നങ്ങേലി സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടാണോ ഈ മീശയൊക്കെ വെച്ചിരിക്കുന്നത്? ചോദിക്കും സെക്കൻഡ് പാർട്ട് ഇപ്പോഴൊന്നും പ്രതീക്ഷിക്കരുത്, ഒന്നിന്റെ തന്നെ ക്ഷീണം നമ്മൾ തീർത്തിട്ടില്ല. കാരണം ഒരെണ്ണം തന്നെ ഞാൻ ആലോചിക്കുകയായിരുന്നേ, നമ്മൾ ഇത് പറഞ്ഞു വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒരു മ്യൂസിക് വീഡിയോ ഇറക്കിയപ്പോൾ തന്നെ നമ്മളെടുത്ത പെയിൻ നമുക്കറിയാം. ഇതിന്റെ ടീസർ ചെയ്യാൻ വേണ്ടി നമ്മൾ എറണാകുളത്ത് പോയി ആർട്ടിസ്റ്റുകളെ കാണാനും, താങ്ക്സ് ടു മോഹൻലാൽ, ലാൽ ജോസ് സാറ്, കാവ്യ, ഇവരുടെ എല്ലാവരുടെയും തിരക്കിട്ട് അറിയില്ല. ആ 3 ആർട്ടിസ്റ്റ് ഇപ്പോഴത്തെ മോസ്റ്റ് ഡിമാൻഡ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ലാലേട്ടനെ ആദ്യം നമ്മൾ കാണുന്നത് സത്യൻ സാറിന്റെ ലൊക്കേഷൻ. അപ്പൊ ഇതേപോലെ തന്നെ അദ്ദേഹം ക്യാരവനിലോട്ട് വരാൻ പറഞ്ഞു. ആദ്യം വീഡിയോ കാണിച്ചു. വീഡിയോ കാണിച്ചതിന് ശേഷമാണ് നമ്മൾ ആവശ്യപ്പെട്ടത്, സാർ ഒരു ടീസർ ചെയ്ത് കുഴപ്പമില്ല എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും അവരുടെ വിലപ്പെട്ട സമയം നമുക്ക് തന്നു കേട്ടോ. എല്ലാവരും നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ആ എടുത്ത പെയിൻ ആസ്വദിക്കുന്നത് ഈ റിസൾട്ട് വരുമ്പോഴാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം അതായത് ഒരു മ്യൂസിക് വീഡിയോ ഇറക്കി അതിന്റെ സന്തോഷം, അതായത് അത് വിജയിച്ചു എന്ന് കഴിയുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് എപ്പോഴും സന്തോഷം തരുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ നമിക്കുന്നു ഇതിൻ്റെ അതായത് ഒരു ഫിലിം ഡയറക്ടർ, പ്രൊഡ്യൂസർ, അതിൻ്റെ ബാക്കിയുള്ള ക്രൂ, ക്യാമറ എല്ലാവരും ചെയ്യുന്നവരുണ്ടല്ലോ. ഒരു സിനിമ ഇറക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഇറക്കി കഴിയുമ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പോരായിരുന്നു, അതിങ്ങനെ അതെ 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 അതെ. അപ്പൊ അതൊക്കെ ശരിക്കും കേട്ടോ, അതൊക്കെ ഇപ്പോ അത് ഇതിനോട് അടുത്തപ്പോ ഒരുപാട് അതിന്റെ ബുദ്ധിമുട്ടും അവരെടുക്കുന്ന പെയിനും ഒക്കെ എല്ലാ കാര്യങ്ങൾക്കും അതിന്റേതായ ഒരു പെയിൻ ഉണ്ടല്ലേ. അല്ല, ഡെമോക്രാറ്റിക് കൺട്രിയിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. അതുകൊണ്ട് ഒരു പരിധിവരെ നമുക്ക് അവരെ പറയാനും പറ്റില്ല. പക്ഷെ എങ്കിലും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് നമ്മൾ ഒരു പ്രോജക്റ്റ് ഇറങ്ങുമ്പോൾ ഉള്ള അത്രയും എടുക്കുന്ന പെയിനും അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടും ഉണ്ടല്ലോ, അത് ഭയങ്കര ഭയങ്കര വലുതാണ്. അത് വിധു, ഇപ്പൊ ഈ മീശയിൽ വന്ന രൂപമാറ്റമൊക്കെ വന്നു പറഞ്ഞു 1 വർഷം മുമ്പ്, എനിക്കൊരു 8 months ബിഫോർ ഐ തിങ്ക്, ഏതൊരു നമ്മൾ മിക്കവാറും കല്യാണങ്ങൾക്കും ഫംഗ്ഷനും ഒക്കെയാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഓണം ഫംഗ്ഷൻ അങ്ങനെയൊക്കെ. അപ്പോൾ വിധുവിന് യു ട്രിംഡ് എ ലോട്ട്. അപ്പം ശരിക്കും എനിക്ക് ആ വാരണമരത്തിലെ മകൻ സൂര്യയാണ് ഓർമ്മ വരുന്നത്, കൊച്ചു സൂര്യ. യു ട്രിംഡ് എ ലോട്ട്. സത്യം പറഞ്ഞാൽ വിധു വീണ്ടും ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്ന് നമുക്ക് ചോദിച്ചു പോകും. അല്ല, അത് എൻ്റെ കയ്യിലൊരു പൂണ്ട് തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ചാല് ഒരു ആവശ്യമില്ല. എൻ്റെ സിസ്റ്ററുമായിട്ട് ഇങ്ങനെ വെറുതെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു ബെറ്റ് വെച്ചതാണ്. ഡൈനിങ് ടേബിളിൽ തുടങ്ങിയ വാശിയാണ്. അപ്പൊ എൻ്റെ അടുത്ത് ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നീ കുറച്ച് കാണിക്കും. എന്റെ ചേച്ചി ചോദിച്ചു, ഞാൻ പറഞ്ഞു എങ്കിൽ ശരി കാണിക്കാന്ന് പറഞ്ഞു. ബെറ്റൊന്നുമില്ല, അല്ല മോണിറ്ററി ബെനിഫിറ്റ് എന്റെ അടുത്ത് പറഞ്ഞു, നീ പറയുന്നിടത്ത് ചെലവ്, നീ എവിടെ പറയുന്നു അത്രേ ഉള്ളൂ, സിമ്പിൾ അത്രേ ഉള്ളൂ. പക്ഷെ അതൊരു വാശിയായിട്ട് എടുത്തു. 1.5 മാസം കൊണ്ട് ഞാൻ 10 കിലോ കുറച്ചു. അപ്പൊ എന്റെ ക്രാഷ് ഡയറ്റിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. പക്ഷെ അതിന് ഒരുപാട് ഞാൻ ചീത്തപ്പേര് കേട്ടു. അതെന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ നമ്മുടെ കിംസ് ഹോസ്പിറ്റലിൻ്റെ ഒരു ആനിവേഴ്സറി ഇതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി. ഈ പ്രോഗ്രാമിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട്. ആരോ കണ്ടിട്ട് വീട്ടിൽ ഫോൺ കോളും ബഹളവും. എന്ത് പറ്റി, ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ദീപ്തിയൊക്കെ ഷോപ്പിംഗ് മോളിലൊക്കെ കാണുമ്പോൾ ആൾക്കാർ പിടിച്ചു നിർത്തി ചോദിച്ചു, എന്ത് പറ്റി ചാനലിൽ കണ്ടിട്ട് എന്ത് പറ്റി. അപ്പോൾ അത്യാവശ്യം, അതായത് 76 ആയിരുന്നു, ഞാൻ 66 ആയി. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെയാണ് കേട്ടോ, ഒരു പരിധി വരെ ഒരിക്കലും അതങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നല്ലതുമല്ല. പെട്ടെന്ന് കുറച്ചു. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞും കുറെ കൂടെ വിധു എനിക്ക് ഇങ്ങനൊരു വിസിബിൾ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ വിധുവിനെ കാണുമ്പോൾ നമുക്ക്
ശരിക്കും ഷുഗറൊക്കെ വന്ന് കുറയുന്ന പോലെയൊക്കെ അങ്ങനെ തോന്നി. അങ്ങനെയൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത്. പിന്നെ ഏതൊരു ഫംഗ്ഷൻ വന്നപ്പോൾ വിധു തന്നെ എന്നോട് പറഞ്ഞു, ഇനിയിപ്പോ ജയന്തി ഡയറ്റ് ചെയ്ത് ഇവിടെ വരെ എത്തി, ഇപ്പൊ കഴിച്ചാലും കേൾക്കുന്നില്ല. ഓർമ്മയുണ്ടോ? ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് കഴിച്ചാലും വയ്ക്കില്ല. ആ പരിധി വരെ എത്താൻ വേണ്ടി അത് കുറെ ഈ പറഞ്ഞ പോലെ അത് ആ ഒരു വാശിക്ക് കേട്ടോ, അത് വേറൊന്നുമില്ല, ആ ഒരു വാശിക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ വണ്ണം വെക്കാൻ നമുക്കൊരു കുറച്ച് ആളിരുന്നൊന്ന് ആഞ്ഞൊന്ന് കഴിച്ചാൽ നമുക്ക് വണ്ണം വെക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഡയറ്റ് ഒക്കെ വിട്ടു, ഇപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കാര്യം ഞാൻ ചോദിക്കാത്തത്. അതുകൊണ്ട് തിരക്കേടില്ലാത്ത സ്റ്റേജിലോട്ട് ഇങ്ങനെ എടുത്ത് കാല് വെച്ചിരിക്കുകയാണ്. വിധുവിനെയും ദീപ്തിയും കണ്ട ഞാൻ എപ്പോഴും എനിക്ക് അൻസൂയൊന്നും ഇല്ലെങ്കിലും വളരെ റോക്കിംഗ് കപ്പിളാണ്. നിങ്ങൾ എപ്പോഴാണ് ഈ സീരിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് തുടങ്ങുന്നത്? സീരിയസ് ആയിട്ടുള്ള ലൈഫ് തുടങ്ങുന്നത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ സീരിയസ് ആണ്. ചുമ്മാ അങ്ങനെയൊന്നുമല്ല. അതായത് ഞാൻ പറഞ്ഞില്ല, നമ്മള് മുമ്പോട്ട് വന്നത് കല്യാണത്തിന് മുമ്പും ഒരു ഫ്രണ്ട് സർക്കിളുണ്ട്. അപ്പൊ ദീപ്തിയെ നമ്മുടെ അറേഞ്ച്ഡ് മാരേജ് ആണ്, നമ്മുടെ ലവ് മാരേജ് ഒന്നും അല്ല, അറേഞ്ച്ഡ് മാരേജ് ആണ്. പക്ക ഞാൻ ഒന്നും ചോദിച്ചില്ല, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അല്ല, ഒന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ വീണ്ടും അതിന് മുമ്പ് നിങ്ങൾ ലവ് മാരേജ് കഴിഞ്ഞല്ലോ. അതെ, അപ്പൊ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. അപ്പൊ അങ്ങനെ മുമ്പോട്ട് വന്നത് കൊണ്ട് തന്നെ ദീപ്തിയെ ശരിക്കും ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് അന്നും ഇന്നും ഞാൻ കാണുന്നത്. നമ്മുടെ ഒരു ലൈഫിന്റെ സക്സസ് എന്ന് പറയുന്നത് അതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ നങ്ങേലിയുമായിട്ട് മുമ്പോട്ട് പോയപ്പോഴും എനിക്ക് ഫീൽ ചെയ്ത് അതാണ്. നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം പ്ലാനിങ്ങും മീറ്റിങ്ങും ഒക്കെ ഇടുമ്പോൾ തന്നെ നമ്മളെല്ലാ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സൗമ്യ ബാലൻ്റെ കാര്യം ഞാൻ വിട്ടുപോയിട്ട്. സൗമ്യ ഇതിൽ നമ്മുടെ ഫാഷൻ ഇത് ചെയ്തിരിക്കുന്നത്, അതെ, ഡിസൈനർ സൗമ്യയാണ്. ദീപ്തിയുടെ കോസ്റ്റ്യൂം എൻ്റെതെല്ലാം ചെയ്തിരിക്കുന്നത് സൗമ്യയാണ്. അപ്പോൾ നമ്മളെല്ലാം ഞാൻ പറഞ്ഞില്ല, ഫ്രണ്ട് സർക്കിൾ എല്ലാം ഒത്തിരി പേരുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും ഇരുന്ന് ഓരോ കമൻസും അവരുടേതായിട്ടുള്ള ഔട്ട്പുട്ട്സ് ഇടുമ്പോഴും ദീപ്തിയൊക്കെ ഉണ്ട്. അപ്പം നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇപ്പോഴും മുമ്പോട്ട് പോകുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മൾ പറയും. വീട്ടിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്, സീരിയസ് ആയിട്ടൊന്നും അല്ല, നമ്മളൊരു ഫ്രണ്ട്സ് പോലെയാണ് നമ്മളിപ്പോഴും മുമ്പോട്ട് പോകുന്നത്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതുകൊണ്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ജോളി അടിച്ചങ്ങ് പോകുന്നു. അതെ, ഈ ജോലിക്ക് ഇടയ്ക്കും ഈവൻ ഞാൻ എപ്പോഴും വിളിച്ചപ്പോൾ വിധു പറഞ്ഞു 1 മണിക്കൂറിനകത്ത് തിരിച്ചു വിളിക്കാം. 1 മണിക്കൂറിന്ന് എത്രയാണ് ദൈർഘ്യം എന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് അതിന്റെ അവസ്ഥ എന്നോട് പറഞ്ഞപ്പോ എനിക്ക് അതിൽ ഭയങ്കര ഗിൽറ്റ് ഫീൽ, റിഗ്രറ്റ് ചെയ്തു ഞാൻ. വിധു എന്തുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാം? വേറൊന്നുമല്ല, അച്ഛനും അമ്മയും നല്ല റിലേഷൻഷിപ്പ് തന്നെയാണ്. അല്ല, കോളേജ് ലൈഫ് ഉള്ള ഒരു ഫാമിലി ലൈഫാണ് നിങ്ങളുടെ, അതിനൊരു സീരിയസ് ആയിട്ട് തിരിച്ചു പറഞ്ഞല്ലോ. നമ്മളൊരു ഫ്ലാറ്റ് ഇങ്ങനെ എടുത്തു, അപ്പോൾ മൂവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെയാണ് നീണ്ട് അവസാനം അച്ഛൻ തന്നെ ചോദിക്കും, അല്ല എന്താ നിങ്ങൾ മാറുന്നത് എന്ന് അച്ഛൻ തന്നെ ചോദിച്ചു തുടങ്ങി. കുറെ നാളായി അവിടെ ഇന്റീരിയേഴ്സ് കിടക്കുന്നു എന്നുള്ള രീതിയിൽ. നമ്മളുടെയൊക്കെ തിരക്ക് കൊണ്ടാണ് കേട്ടോ, നമ്മുടെ ഈ ട്രാവലിങ്ങും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ അതിന്റെ തിരക്കും കാരണങ്ങളും കൊണ്ടാണ് ജയന്തി വിളിച്ചപ്പോൾ 1 മണിക്കൂർ എന്ന് പറഞ്ഞത് കുറച്ച് നീണ്ടുപോയി. ഒരു ദിവസമായിരുന്നു 9 മണിക്കൂർ വന്ന മിനിമം എന്ന് എനിക്ക് തോന്നുന്നു. അതെ, അങ്ങനെ ആ ഒരു ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് ആ ഒരു ഗ്യാപ്പ് വന്നത്, ജയന്തിയെ വിളിക്കാൻ ഗ്യാപ്പ് ആയത്. അതും ഈ പറഞ്ഞ പോലെയാണ്, രണ്ടുപേരും കൂടെ ഒരു പുതിയ വീട്ടിലോട്ട് മാറുന്നു. അതിൻ്റെതായിട്ടുള്ള കുറെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ. ഇനിയും ആ പറഞ്ഞ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന അതേ ലൈഫ് തന്നെ തുടരട്ടെ. അതെ, അതെനിക്ക് തോന്നുന്നു നമ്മളുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് അങ്ങനെ തുടരാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി, ഇപ്പോഴും ആ ഒരു റാപ്പോ നമ്മുടെ ഇടയിലുണ്ട്. അതായത് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞപ്പോഴും ഞാൻ ദീപ്തിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ദീപ്തിയുടേതായിട്ടുള്ള അഭിപ്രായം വേണം എല്ലാ കാര്യത്തിലും. അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അല്ലാതെ ഇല്ല അത് ചേട്ടൻ ഫിക്സ് ചെയ്തോളൂ അങ്ങനത്തെ ഒരു ഇത് വേണ്ട എനിക്ക്. ദീപ്തിയുടേതായിട്ടുള്ള അഭിപ്രായം വേണം. തീർച്ചയായിട്ടും കേട്ടോ. കാരണം അതുകൊണ്ട് തന്നെ എൻ്റെ ഇപ്പൊ കല്യാണത്തിന് ശേഷം എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വിധുവിൻ്റെ ഡ്രസ്സിങ് സെൻസ്, ഡ്രസ്സിങ് സ്റ്റൈല് മാറിയിട്ടുണ്ട്, വിധുവിൻ്റെ ഔട്ട്ലുക്ക് മാറുന്നു, വിധുവിൻ്റെ അപ്പൊ എല്ലാത്തിലും ദീപ്തിയുടെ ഒരു എന്താ പറയണ്ട ഒരു ടച്ച് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, ടച്ച് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഈ പറഞ്ഞ പോലെ ഹെൽത്തി ക്രിറ്റിസിസം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ പാട്ട് എൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ പാടുന്ന പാട്ടുകളെല്ലാം ഇത് ചേട്ടൻ വാ തുറന്നാൽ ഞാൻ ഇങ്ങനെ കേട്ടിരിക്കും, അങ്ങനത്തെ ഭാര്യയൊന്നും അല്ല എൻ്റെത്, കൊള്ളൂല എന്നുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് അത് ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. കാരണം ആദ്യം തൊട്ടേ ദീപ്തി അങ്ങനെ തന്നെയാണ് എൻ്റെ അടുത്ത്. അതായത് കല്യാണത്തിന് മുമ്പ് ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ദീപ്തി എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ആ പാട്ട് അത്ര പോരാ, അല്ലെങ്കിൽ ഈ പാട്ട് അടിപൊളിയായിരുന്നു എന്നുള്ളത്. അതിപ്പോഴും അവള് മുമ്പോട്ട് പോകുന്നു. അപ്പൊ അതൊക്കെ കൊണ്ട് വേറെ എന്താ പറയുക ഈഗോ ഒന്നും നമ്മുടെ ഇടയിൽ ഇല്ല. ഇവിടെ ഇരിക്കുന്നത് വരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്
അങ്ങനെ മുമ്പോട്ട് പോകുന്നു, അങ്ങനെ തന്നെ മുമ്പോട്ട് പോകുന്നു വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. ഈവൻ നമ്മുടെ ഫാമിലി ലൈഫൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കുന്നത്. അതിൽ ഫ്രണ്ട്ഷിപ്പും ഉണ്ട്, ഈഗോ ഇല്ല, യുനോ ആ ഒരു ട്രസ്റ്റ് അത് വന്നാൽ ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലാണ്. നമുക്ക് ആവശ്യമില്ലാത്ത ഈഗോ വരുമ്പോഴാണ് പ്രോബ്ലം. അത് ഈവൻ ഫാമിലി എന്ന് മാത്രമല്ല, വേറെവർ ഇറ്റ് ഈസ് വെരി ട്രൂ. ഈവൻ ഓഫീസിലായാലും വീട്ടിലായാലും ഫ്രണ്ട്സിന്റെ ഇടയിലായാലും. അതെ, നമ്മുടെ ഇപ്പൊ ദീപ്തിയുടെ ഡാൻസ് കണ്ടാലും, എനിക്ക് ക്ലാസിക്കൽ ഡാൻസിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല, പക്ഷെ എങ്കിലും ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ദീപ്തി എടുത്ത് പറയാറുണ്ട്, ഓക്കെ നീ കഴിഞ്ഞ സ്റ്റേജിൽ ചെയ്തതിനെക്കാട്ടിലും നന്നായിരുന്നു ഇപ്രാവശ്യം, അല്ലെങ്കിൽ കഴിഞ്ഞ സ്റ്റേജിൽ അത് ചെയ്തപ്പോൾ ചിലപ്പോൾ സെയിം ഐറ്റംസ് തന്നെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അന്ന് ആ ഐറ്റം അതിൽ ചെയ്തതാണ് നല്ലത്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനെക്കാട്ടിലും ഇത് നന്നായിരുന്നു എന്നുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടച്ചിൽ ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോകുന്നു. വിധു ഒരു റിയാലിറ്റി ഷോയിൽ, വിധു യൂത്ത് ഫെസ്റ്റിവൽ, ഈവൻ യുനോ ആ ഒരു ഗ്രാസ് റൂട്ട് ലെവൽ, കുഞ്ഞുനാളിലെ പാട്ട് പഠിച്ച് കഷ്ടപ്പെട്ട് യൂത്ത് ഫെസ്റ്റിവലിന് പോയി. എഗെയിൻ എനിക്ക് തോന്നുന്നു ഒരു ചാനലിൽ റിയാലിറ്റി ഷോ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു മ്യൂസിക്കൽ ഷോ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുന്നത്, അവിടെയും ഈവൻ ഓരോ കണ്ടസ്റ്റൻറ്റിനും കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി ഒരു സിംഗറുടെ കൂടെ പാടുമ്പം പ്ലേ ബാക്ക് സിംഗേഴ്സിൻ്റെ കൂടെ ആവുക എന്ന് പറഞ്ഞാണ് റിയാലിറ്റി ഷോയിൽ എല്ലാവരും വരുന്നത്. അപ്പോൾ ഒരു പ്ലേ ബാക്ക് സിംഗറുടെ ലൈവ് പാടുമ്പോൾ ഇവൻ അവർക്കും അത് അങ്ങനെയും ഞാൻ വിധുവിനെ കണ്ടിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ റിയാലിറ്റി ഷോയെ കുറിച്ച് വിധുവിന് എന്താണ് ഒരു? നല്ലതാണ്, കാരണം എന്ന് വെച്ചാൽ അതെ, കാരണം നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഇത്രയും പാട്ടുകാരുണ്ടെന്നുള്ളത്, അല്ലാതെ എല്ലാവർക്കും ഇപ്പൊ പുറത്തിറങ്ങി ഇങ്ങനെ നമ്മൾ ഷോൾഡർ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അപ്പൊ പാട്ട് പാടും. അപ്പൊ അത്രയും പാട്ടുകാരുണ്ട്, ഒരുപാട് പാട്ടുകാരുണ്ട്. നമ്മുടെ എന്താണ് ശ്രീനിവാസൻ സാർ ഒരു സിനിമയിൽ പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ കടമെടുക്കുന്നു, കേരളത്തിൽ തേങ്ങയെക്കാട്ടിലും കൂടുതൽ പാട്ടുകാരുണ്ട്. ഇപ്പൊ ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട്ടില്. അപ്പൊ അതെന്ന് പറഞ്ഞാല് നല്ലത് തന്നെയാണ് അവർക്ക് എല്ലാവർക്കും. ഇപ്പൊ നമുക്ക് നമ്മളൊക്കെ വന്ന സമയത്തെന്ന് പറയുന്നാല് ഒരു പ്ലാറ്റ്ഫോം കിട്ടുക, അല്ലെങ്കിൽ ഒത്തിരി പാട്ടുകൾ, ഞാൻ കുറേ പാട്ടുകൾ പാടിയതിന് ശേഷമാണ് ഓക്കെ വിധു പ്രതാപ് എന്നുള്ള ഒരു ഗായകനുണ്ട് എന്നുള്ളത് അറിഞ്ഞ. എൻ്റെ സീനിയേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് ഇപ്പൊ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, യേശുദാസിന്റെ പാട്ടുകൾ മാത്രം യേശുദാസിനെ കാണാൻ വേണ്ടി ഇവർ കൊതിച്ചിട്ടുണ്ട്. കാരണം മീഡിയയിൽ വിഷ്വലി വരാൻ വളരെ കുറച്ച് സമയം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പാട്ടുകൾ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴൊന്നും അതല്ല, നമ്മളൊരു അരപ്പാട്ട് പാടിയാൽ തന്നെ ഇന്റർവ്യൂസിൽ വരുന്നു, ചാനൽസിൽ വരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവർക്ക് ഒരുപാട് എന്താ പറയണ്ടേ, അവരെ സെൽഫായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ഒരുപാട് വേദികളുണ്ട്. പക്ഷെ ഇതിലെല്ലാത്തിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന ഒരു ഫെയിം ഉണ്ടല്ലോ, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതും കൂടെ നമ്മൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് കിട്ടുന്ന ഫെയിം എന്ന് പറയുന്നത് അതൊരു കാലയളവ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഓരോരുത്തരുടെ കഴിവും തലവഴി അനുസരിച്ച് അതും ഒരുപാട് നാൾ എക്സ്പാൻഡ് ചെയ്ത് ഒരുപാട് വലിയൊരു സ്പാനിലോട്ട് പോവാം. പക്ഷെ ഇതെല്ലാത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു ഫെയിം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ. ജാനകിയമ്മ, സുശീലാമ്മയുടെ ആയാലും ചിത്ര ചേച്ചി, സുജാ ചേച്ചി, ഇവരുടെയൊക്കെ പാട്ടുകൾ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പം ഓർമ്മയുണ്ട്. പെട്ടെന്ന് ആ പാട്ടുകളാണ് നമുക്ക് ഇന്നും. ആരൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ നമ്മൾ വരുന്നത് ദാസേട്ടൻ പഴയ പാട്ടുകളാണ്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഈവൻ സുഖമാണി നിലാവെന്ന് കേൾക്കുമ്പോഴും വിധുവിന്റെ വോയിസ് അവിടെ നമ്മൾ കേൾക്കുകയാണ്, വിധു പിക്ചറൈസ് ചെയ്യണം. പക്ഷെ ഇന്നത്തെ ഒരു പാട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു FM-ൽ പാട്ട് കേൾക്കുമ്പോൾ വിധു ഈവൻ പുതിയ പാട്ടാണെങ്കിൽ അതെനിക്ക് പാട്ടിൻ്റെ ആണോ ആസ്വാദനത്തിൻ്റെ ആണോ അതോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ആണോ എന്നറിയില്ല, അത് ഏത് സിംഗറാണ് പാടിയെന്ന് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. സംഭവം എന്താണെന്നറിയാമോ ജയന്തി, ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഒരു വർഷത്തിലൊരു ഒരു ഫോർ എക്സാമ്പിൾ ഒരു 40 സിനിമ ഇറങ്ങുന്നു എന്ന് വെച്ചോളൂ, ഒരു എല്ലാം കൂടെ ചേർത്തൊരു 10 ഗായകർ എന്ന് വെക്കുക ഒരു വർഷം. 10 ഇല്ല, ആ സമയത്തൊന്നും 10 ഒരു 6-7 ഗായകരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട റെക്കഗ്നേഷൻ എല്ലാം കിട്ടുന്നുണ്ട്, അവരുടെ പാട്ടുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ ആ ഒരു കാലഘട്ടത്തിലുണ്ട്. പുതിയവർ വരുന്ന സമയത്താണ് ഞാൻ, എൻ്റെ കൊളീഗ്സ്, ഇപ്പോൾ ജോത്സ്ന, അഫ്സലക്ക, റിമി, ഇവരെല്ലാം നമ്മൾ ഒരുമിച്ച് നമ്മൾ വളർന്ന ഗായകരാണ്. ആ സമയത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള പാട്ട്, നമുക്ക് നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മളെ കൊണ്ട് പാടിപ്പിച്ചു. അങ്ങനത്തെ കുറേ പാട്ടുകൾ ആൾക്കാരുടെ മനസ്സിലിരിക്കാൻ പറ്റി. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു 150 സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ 200-ൽ പരം അധികം പാട്ടുകാരാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ കുറെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യാതെ കുറെ പോകുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെയാണ്, ഇപ്പൊ ഏത് സൂപ്പർ സ്റ്റാർസിന്റെ പടമാണെങ്കിലും എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് ആണ് നായകൻ, അല്ലേ? സിനിമ കൊള്ളാമെങ്കിൽ മാത്രമേ ഇപ്പൊ ജനങ്ങൾ സ്വീകരിക്കുന്നു. അത്രേ ഉള്ളൂ. സ്ക്രിപ്റ്റ് നല്ലതാണോ, നല്ല ഫിലിം എന്നുള്ളത് മാത്രമേ നമ്മുടെ മലയാളികൾ നോക്കുന്നുള്ളൂ.
അല്ല അതാണ് ഒരു സിനിമയുടെ സക്സസ്. അതെ. പിന്നെ പാട്ടിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ മ്യൂസിക് ഡയറക്ടേഴ്സിന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ പണ്ടത്തെ ഒരു 20 അല്ലെങ്കിൽ 25 വർഷം മുമ്പുള്ള ഒരു സിറ്റുവേഷൻ അല്ല നമ്മളുടെ സിനിമയിലുള്ളത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ലവ് സോങ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, ലവ് സോങ്ങിനുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അവരുടെ വെച്ച് കാണുന്നു അവിടെ ഒരു സോങ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരുപാട് കോംപ്ലിക്കേഷൻസും ഒരുപാട് ക്യാരക്ടേഴ്സും ഒക്കെ കടന്ന് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ചിലപ്പോൾ ഈ പാട്ട് ഈ ലൊക്കേഷനിലായിരിക്കില്ല, ഈ പാട്ടിന് വേണ്ടി ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ, വളരെ എക്സ്പെൻസീവ് ആയ ലൊക്കേഷൻ കണ്ടെത്തും. അതെ. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളെ പാട്ടുകൾ, നമ്മൾ മ്യൂസിക് ഡയറക്ടേഴ്സിനെ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ പാട്ടുകൾ വരുന്നു. പാട്ടുകൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ കഴിഞ്ഞ വർഷത്തെ ഹിറ്റ്സ് ഇറക്കുമ്പോൾ ഓലഞ്ഞാലി കുരുവി, ജയചന്ദ്രൻ മാഷും വാണിയമ്മയും പാടിയ ഓലഞ്ഞാലി, അപ്പൊ മെലഡീസ് എപ്പോഴും നമ്മളുടെ, അത് ശരിക്കും 1983 ഒരു പാട്ടാ, നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഈ സിനിമയുടെ പേരിനപ്പുറം ആ കാലത്തിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പാട്ട്. ബിജിയുടെ നല്ല പാട്ടുകളുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നത് മെലഡീസ് തന്നെയാണ്. അവർക്ക് ഇനി എത്ര ഫാസ്റ്റ് നമ്പേഴ്സ്, എത്ര സംഭവങ്ങൾ വന്നാലും ലോങ് ലാസ്റ്റിംഗ് അല്ല നമ്മൾ മലയാളികൾ സെല്ലുലോയിഡിലെ പാട്ടുകൾ, ജയൻ ചേട്ടൻ്റെ പാട്ടുകൾ. അപ്പോൾ അത് എപ്പോഴും മലയാളികൾ സൂക്ഷിക്കുന്നത് മെലഡീസ് തന്നെയായിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കണം. ഞാൻ പറയില്ലേ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെയാണ് കൂടുതൽ പാട്ടുകാരാവുമ്പോൾ റെക്കഗ്നീഷന് ആൾക്കാർക്ക്, ഇപ്പോൾ താങ്കൾ ഒരു ലേമൻ പെർസ്പെക്റ്റീവ് എന്നുള്ള രീതിയിലാണ് ജയന്തി പറഞ്ഞത്. ഒരു FM കേൾക്കുമ്പോൾ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. നേരെ മറിച്ച് പഴയ പാട്ടുകൾ നമ്മൾ ആരും ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. ശബ്ദം കേട്ടാൽ നമുക്ക് ആ പാട്ടുകൾ നമുക്ക് ഓർത്ത് നമ്മുടെ ഒരു ശീലമായി മാറി. അല്ല, ഇപ്പോഴും ഷോസ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ ലിസ്റ്റിൽ എല്ലാ കാലഘട്ടത്തിലെയും പാട്ടുകൾ ഉൾപ്പെടുത്താറുണ്ട്. ചെമ്മീൻ തൊട്ട് ഉള്ള എല്ലാ പാട്ടുകളും മാക്സിമം അപ്പോൾ 90s കവർ ചെയ്യുന്നുണ്ട്, പുതിയത് കവർ ചെയ്യുന്നുണ്ട്, പുതിയ ഹിന്ദി തമിഴെല്ലാം കവർ ചെയ്യുന്നുണ്ട്. എല്ലാം കവർ ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഇപ്പോഴും ഒരു 80-90 കാലഘട്ടത്തിലെ പാട്ടുകൾക്ക് പ്രത്യേക കയ്യടിയാണ് ആൾക്കാർ തരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെപ്പോഴും സൂക്ഷിക്കുന്നത് മെലഡീസ് തന്നെയാണ്. അത് പുതിയ ജനറേഷൻ ആണെങ്കിലും പഴയ ജനറേഷൻ ആണെങ്കിലും ഇനി അങ്ങോട്ടുള്ള ജനറേഷൻ ആണെങ്കിലും പോലും മലയാളികൾക്ക് എപ്പോഴും ഒരു മെലഡി താല്പര്യം തന്നെ ഉണ്ട് അവർക്ക്, അവരുടെ മനസ്സിൽ എപ്പോഴും. പ്രത്യേകിച്ച് എനിക്കത് ഫീൽ ചെയ്ത് ഒരു കാര്യം കൂടെ പറയട്ടെ. നങ്ങേലി ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ മണമുള്ള ഒരു പാട്ട്. കാരണം എന്താ വെച്ചാൽ അതിൽ വേറെ അതായത് നമ്മളുടെ ഇപ്പോഴത്തെ ടെക്നോളജിയുടെ ഒരു അതിപ്രസരവും നമ്മൾ അതിൽ യൂസ് ചെയ്തിട്ടില്ല. വെറും എൻ്റെ വായിൽ വരുന്ന സൗണ്ട്സ് മാത്രമേ അതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പാട്ട്. അപ്പം എനിക്ക് മനസ്സിലായി ഇപ്പോഴും ആൾക്കാർക്ക് അങ്ങനത്തെ പാട്ടുകളും ഇഷ്ടമാണ് എന്നുള്ളത്. വിധുവിനെ പല തലങ്ങളിലാണ് നമ്മൾ കണ്ടത്. ശ്രീകുമാരൻ തമ്പി സാറിന്റെ ഒരു സീരിയലിലും നമുക്ക് കാണാൻ പറ്റി. അപ്പം ഇനി അഭ്രപാളികളിലേക്കും ഉണ്ടോ യാത്ര? ഇല്ല, അഭ്രപാളികൾക്ക് ഒരു യാത്രയില്ല. ഇങ്ങനത്തെ മ്യൂസിക് വീഡിയോസിന് വേണ്ടി നമ്മൾ ചെയ്യും എന്നുള്ളതല്ലാതെ ആക്ടിങ്ങിനോട് അങ്ങനെ താല്പര്യമൊന്നും ഇല്ല. മ്യൂസിക് വീഡിയോസ് ഇനിയും എനിക്ക് എക്സ്പെരിമെന്റ് ചെയ്യണം എന്നുണ്ട്. കാരണം ഒരു ഫസ്റ്റ് സ്റ്റെപ്പിന് ഇത്രയും നല്ലൊരു ഒരു വെൽക്കം കിട്ടിയത് കൊണ്ട് ഇപ്പോഴും. പക്ഷെ അവിടെയും ഒരു ചലഞ്ചാണ്. കാര്യം ആദ്യത്തെ മ്യൂസിക് വീഡിയോ ഇത്ര ഹിറ്റായി. അപ്പൊ ഇനി അടുത്ത വീഡിയോയിലോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി കൂടി, ശരിക്കും റെസ്പോൺസിബിലിറ്റി കൂടി. ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട് നങ്ങേലി 2 അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും ചെയ്യണം കേട്ടോ എന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ അവരുടെ എക്സ്പെക്ടേഷൻസ് കൂടി. കാരണം ഈ പറഞ്ഞ പോലെയാണ്, അവർക്ക് മാറി തിരിഞ്ഞ് പറയാനൊരു അവസരം കൊടുക്കരുതേ നിങ്ങളുടെ നങ്ങേലിയുടെ അത്ര ആയിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ നങ്ങേലിയെ കാട്ടിലും കിടക്കി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമുക്ക്. പക്ഷെ എങ്കിലും അതെല്ലാം നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. കാരണം ഒരു വിജയം കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയല്ലേ, നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടുകയാണ്. അതെ അതെ. അല്ല, ആ റെസ്പോൺസ് അങ്ങനെയാണല്ലോ. ഈവൻ നങ്ങേലി എന്ന് പറയുന്നത് മലയാളക്കാർ ഒന്നിച്ച് ആഘോഷിച്ചൊരു പാട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ഐഡന്റിറ്റി, എന്ത് ആക്സെപ്റ്റൻസ് എല്ലാം വിധുവിന്റെ പാട്ട് സുഖമാണി നിലാവെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇന്നും ഒരു മിനിറ്റ് യെസ് ആ പാട്ടും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് പോകാം. സുഖമാണി നിലാവ് എന്ത് സുഖമാണി കാറ്റ് അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണീ സന്ധ്യ പൂഞ്ചിറകിൽ പറന്നുയരാം കുളിരലയിൽ നനഞ്ഞലിയാം അഴകേ ആ സുഖമാണി നിലാവ് എന്തു സുഖമാണീ കാറ്റ് അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണീ സന്ധ്യ.
നമ്മളിലെ ആ അസംബ്ലി കണ്ടു തിരിച്ചു വന്നു. ഇനി നമ്മൾ ആ റെക്കോർഡിങ്ങിലോട്ട് ആദ്യമായിട്ട് മോഹൻ ചേട്ടൻ ഈ റെക്കോർഡിങ്ങിന് വിളിക്കുന്നു. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് പോകുമ്പോൾ? ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ടെൻഷനില്ല, കാരണം മോഹൻ സാർ ഭയങ്കര, അതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ പാടാൻ വേണ്ടി ആഗ്രഹിച്ച് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഈ പറഞ്ഞ പോലെ 2-3 പാട്ടിൻ്റെ ട്രാക്സ് ഒക്കെ പാടി വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്, എൻ്റെ ലൈഫിലെല്ലാം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടേ നടന്നിട്ടുള്ളൂ. ഡെസ്റ്റിനി അതിൽ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോൾ സുകുമാണി നിലാവ് ചെയ്യുന്ന സമയത്ത് വളരെ വ്യക്തമായൊരു പിക്ചർ എനിക്ക് മോഹൻ സാർ തന്നായിരുന്നു. അതായത് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ 2 ടീനേജ് ലവേഴ്സ്, അവർ സ്കൂളിൽ പഠിക്കുന്ന ടീനേജ് ലവേഴ്സ്, അവർ വളരെ അടുത്തിരുന്ന് ഇങ്ങനെ ചെവിയിൽ സ്വകാര്യം പറയുന്നത് പോലത്തെ പാട്ട്. നമ്മുടെ ടീനേജിലൂടെ നമുക്ക് എക്സ്പീരിയൻസ് പറഞ്ഞു പിന്നെ ജീവിച്ചു കൊടുക്കുക, നമ്മൾ ജീവിക്കില്ലേ അവിടെ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ പിന്നെ പറയുകയും ചെയ്തു അദ്ദേഹം ഇത് ഷൂട്ട് ചെയ്യുന്നത് ഒരു ഹിൽ സ്റ്റേഷനിലാണ്. അപ്പൊ മൊത്തത്തിലൊരു തണുപ്പ് ഫീല് വേണം, അങ്ങനെ പാടി. അപ്പൊ അത്രയും വ്യക്തമായൊരു പിക്ചർ ഉള്ളത് കൊണ്ട് ഒരുപാട് എനിക്കങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അങ്ങനെയാണ് സുകുമാണി നിലാവ്. ഞാൻ ഇങ്ങനെ ഫീല് വാരി കോരി കിട്ടും. സാർ വേണം, മതി മതി മതി, ഇത്രയും മതി. പാടി സാർ കാറ്റ് ആയിരുന്നുള്ളൂ, വേർഡ്സ് ഒന്നും തിരിയാതെ. അറിയില്ല, ഇത്രയും വേണ്ട, കുറച്ച് സൗണ്ട്, അതെ അതെ, കുറച്ച് വികാരം കുറയ്ക്കൂ, അതെ കുറച്ച് വികാരം കുറച്ചോളൂ, ഇത്രയും മതി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരുപാട് ആ സമയത്ത് സാറ് ഈ പറഞ്ഞ പോലെയാണ്, സാറ് നമുക്ക് വ്യക്തമായൊരു പിക്ചർ തന്നതുകൊണ്ട് തന്നെ ധാരണയുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ വോയിസ് വെച്ച് ഒരുപാട് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് മോഹൻ സാറ്. എന്നെക്കൊണ്ട് പാത്തോ സോങ് പാടി ധാരാളം മെലഡീസ് പാടിപ്പിച്ചു, ഖവാലി പാടിപ്പിച്ചു, വെസ്റ്റേൺ ടൈപ്പിലുള്ള പാട്ടുകൾ പാടിപ്പിച്ചു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള 2-3 വർക്ക്സ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ ഒരു സുഖമുള്ള കാര്യമാണ്. കാരണം ഒരുപാട് സിംഗറിന് ഫ്രീഡം തരുന്നൊരു മ്യൂസിക് ഡയറക്ടറാണ്. അത് എന്തെങ്കിലുമൊക്കെ നമ്മൾ മാറ്റിയൊക്കെ പാടിയല്ലോ, ആയിക്കോട്ടെ പാടിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമുക്ക് ഫ്രീഡം തരും. എനിക്ക് തോന്നുന്നു മോഹൻ സിത്താര സാർ എന്നുള്ള ഒരു അദ്ദേഹം, അതായത് കമൽ സാർ, മോഹൻ സിത്താര സാറ്, അദ്ദേഹം ഒരു ചങ്കൂറ്റം എടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു പുതിയവർ, കാരണം നമ്മൾ എന്ന് പറഞ്ഞ സിനിമ പുതിയവരുടെ സിനിമയാണ്. അതെ അതെ അതെ, സിംഗേഴ്സ് ആയിക്കോട്ടെ, ആക്ടേഴ്സ് ആയിക്കോട്ടെ, എന്ത് വേണോ എല്ലാവരെയും, ജിഷ്ണു ആയാലും സിദ്ധു ആയാലും ഭാവന, അതെ. അപ്പൊ അവരൊക്കെ എടുത്തൊരു ചങ്കൂറ്റമാണ് നമ്മളൊക്കെ അന്ന് മുമ്പോട്ട് വന്നത് കൊണ്ടാണ്. പിന്നെ വിദ്യാസാഗർ സാറ്, അവരൊക്കെ എന്നെ വളർത്തിയ കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സ്. ഈ പറഞ്ഞ പോലെയാണ് എൻ്റെ ഈ ഫീൽഡിൽ എനിക്ക് ഒരു ഗോഡ് ഫാദറും ഇല്ല. ഞാൻ എൻ്റെ സൗണ്ടിൻ്റെ ദൈവം സഹായിച്ച് ആരെയും ഇമിറ്റേറ്റ് ചെയ്യാത്തൊരു ഐഡൻറ്റിറ്റി ഉള്ളത് കൊണ്ട്, ആൾക്കാർ പറയുന്നത് കൊണ്ട്, അങ്ങനത്തെ ഒരു ഐഡൻറ്റിറ്റി ഉള്ള ഒരു വോയിസ് ആണെന്ന് പറയുന്നത് കൊണ്ട് കുറേ സിനിമകളിലൊക്കെ പാടുന്നു, അങ്ങനെ പോകുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ അപ്പം ഇത് ഇനി അങ്ങോട്ടും ഈ പറഞ്ഞ പോലെ ഒരു സൂപ്പർ ഹിറ്റ് ഇയർ ആയിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. അവിടെ ഈ പറഞ്ഞ പോലെ 2015 അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഒരു വിശേഷത്തിനപ്പുറം ഒരു ഇന്റർവ്യൂന്നേ തോന്നിയില്ല, ഒരു കട്ടും അൺഎഡിറ്റഡ് വേർഷൻ എന്ന് ഞാൻ പറയും, അൺപ്ലഗ്ഡ് വേർഷൻ. താരപ്പകിട്ടിന്റെ ട്രൂലി സെയിം താരപ്പകിട്ടിന്റെ അൺപ്ലഗ്ഡ് വേർഷൻ. നന്നായിരിക്കട്ടെ. ഈ പറഞ്ഞ പോലെ എനിക്കും അത്രയും നമ്മൾ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നതിലും കൂടുതൽ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത് വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട് ജയന്തിയായിട്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കോൺടാക്ട് ഉള്ള ആൾക്കാർ നമ്മൾ ഫോൺ വഴിയും വാട്സാപ്പ് വഴിയും ചെയ്യുന്നത് നമ്മൾ ക്യാമറ ഓൺ ആക്കി പറഞ്ഞു. അതുകൊണ്ട് ഹെസിറ്റേഷൻസ് ഒന്നും ഇല്ല പറയാൻ വേണ്ടിയിട്ട്. We rock. അതെ.